ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചിന്തു ഒക്കെ രതീഷിനോട് ഒരു കാര്യം പറഞ്ഞു, എടാ ഞാൻ മഞ്ഞ ബോംബ് ടണലിലേക്ക് എറിഞ്ഞിരുന്നു, അത് നീ കൗണ്ട് ചെയ്തിട്ടില്ല എന്ന. അതേസമയത്ത് തന്നെ ഗബ്രി ഒരു ആരോപണമായിട്ട് വന്നു ടണൽ ടീമിലെ അഭിഷേകിന് എതിരായിട്ട്. അഭിഷേക് എനിക്ക് നേരെ ഒരു മഞ്ഞ ബോംബ് എറിഞ്ഞു, അതെന്റെ കണ്ണിൽ തെറിച്ചു എന്നാണ് ഗബ്രി പറയുന്നത്. ഗബ്രി പറയുന്നത് പ്രകാരം ടണലിന്റെ ബറാക്കിൽ ജിൻഡോ എറിഞ്ഞു വീഴ്ത്തിയ അതേ മഞ്ഞ ബോംബാണ് അഭിഷേക് എടുത്ത് നെസ്റ്റിനെതിരെ എറിഞ്ഞത്. ഇത് ഗബ്രി തറപ്പിച്ച് പറയുന്ന ഒരു പോയിന്റ് ആണ്. ആ ഒരു ബോംബ് എടുത്ത് കാണിക്കുന്നുണ്ട്, അത് യെല്ലോ കളർ ആണെന്നാണ് പറയുന്നത്. കണ്ണിൽ കൊണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു ആരോപണം കറക്റ്റ് ആണെന്ന് തന്നെ കരുതാം. അബദ്ധത്തിൽ സംഭവിച്ചതായിക്കൂടെ? സ്വന്തം ബോംബുകളല്ലാതെ വേറുള്ളവരുടെ ബോംബ് ആരെങ്കിലും അറിഞ്ഞുകൊണ്ടെടുത്ത് എറിയുമോ? അതെന്ത് വിവരക്കേടാണ്? അഭിഷേക് അങ്ങനെ ഒരു വിവരക്കേട് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗെയിമിന്റെ ആ ഒരു സ്പിരിറ്റില് അബദ്ധത്തിൽ വല്ലതും എറിഞ്ഞു പോയതായിരിക്കും. ലൈവിൽ ഇതിനെക്കുറിച്ച് അഭിഷേക് സംസാരിച്ച് കേൾക്കുന്നത് പോലും ഇല്ല. മൗനം സമ്മതം എന്നാണ്. അപ്പൊ അതിനർത്ഥം ഗബ്രി പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണെന്ന് തന്നെയാണ്. അഭിഷേക് ന്യായീകരിക്കുന്നൊന്നുമില്ല, അബദ്ധത്തിൽ വല്ലോ ചെയ്തു പോയതായിരിക്കും. പക്ഷെ ഗബ്രി ഇത് പറഞ്ഞങ്ങ് വെറുപ്പിച്ച് കയ്യിൽ തരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ടണലിനെ ഡിസ്ക്വാളിഫൈ ആക്കുക എന്നൊരു പരിപാടിയാണ് ഗബ്രിയുടെ പ്ലാന്. പക്ഷെ ഗബ്രിയെ വിറ്റ കാശ് നമ്മുടെ രതീഷ് ഏട്ടന്റെ കയ്യിലുണ്ട്, പുള്ളിക്ക് അറിയാം ഇത്. പിന്നെ ഗബ്രി പറയുന്നതിന്റെ വാലിൽ പിടിക്കാൻ ജാസ്മിൻ പോലും വരുന്നില്ല. കാരണം ഗബ്രി ജാസ്മിനോട് പറഞ്ഞതാണ് ടണലിനെ ടാർഗറ്റ് ചെയ്യണം എന്ന്. പിന്നെ ജാസ്മിൻ പറയുന്നത് അബദ്ധത്തിൽ വല്ലതും സംഭവിച്ചു പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. സ്കോർ ബോർഡിൽ ടോപ്പിൽ നിൽക്കുന്നവരെ ഏത് വിധേനയും 3G ആക്കാൻ ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് ഡ്രാമ ഇറക്കുന്നത് പരമ ചട്ടത്തരമാണ്. അതിപ്പം അഭിഷേക് ചെയ്തത് തെറ്റാണെന്ന് തന്നെ ഇരിക്കും, അതിലും വലിയ ചട്ടത്തരമാണ് ഗബ്രി കാണിക്കുന്നത്. പിന്നെ അഭിഷേക് യെല്ലോ ബോംബ് എറിഞ്ഞത് അത് അറിയാതെ എറിഞ്ഞതായിരിക്കും, പക്ഷെ തെറ്റ് തന്നെയാണ്. അഭിഷേകിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണമെങ്കിൽ രതീഷിനൊരു തീരുമാനം എടുക്കാം. ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു, നമ്മുടെ ടണൽ ടീം സ്വന്തം ഇതിനെതിരെ എറിഞ്ഞു എന്നുള്ളോ അങ്ങനെ എന്തോ ഒരു കമന്റ് കണ്ടിരുന്നു. അതൊന്നും ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല കേട്ടോ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.